ശശിയേട്ടൻ എന്റെ പെങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പ്രസ്ഥാനത്തേക്ക് വരുന്നത് മുമ്പും ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ KSUവിന്റെ പ്രവർത്തനമായിരുന്നു. ഞാൻ കോളേജ് സമയങ്ങളിലും അതുപോലെ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച പാരമ്പര്യമാണ് എന്റെ കുടുംബത്തിനുള്ളത്. ആ സമയത്ത് തന്നെയാണ് ശശിയേട്ടൻ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത്. ശശിയേട്ടനും അറിയാവുന്ന വിഷയം തന്നെയാണ്. പിന്നെ എന്റെ ജോലിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ വിട്ടുനിൽക്കുകയായിരുന്നു. മറ്റ് പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായ സാന്നിധ്യം അതുപോലെ അവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ടാകുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ വീണ്ടും സജീവമായി ഈ രംഗത്തേക്ക് വരുന്നത്. എന്നും ജനാധിപത്യ മതേതര വിശ്വാസത്തിൽ അന്ന് പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ. അതെനിക്കറിയില്ല. കാരണം അത് CPM-ന്റെ ആൾക്കാരോടും അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കേണ്ടതാണ്. എനിക്ക് CPM-ആയിട്ട് അങ്ങനെ ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ ഒരു എന്താ പറയാ സംഘടനാ ബന്ധമോ ഒന്നുമില്ല. അവിടെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. CPM-കാരാണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും ലീഗാണെങ്കിലും മറ്റു പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരും എന്റെ സുഹൃത്താണ്. കാരണം എന്റെ ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ്. അക്ഷയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു ജോലിയാണ്. 30 വർഷമായി അനന്തപുരം ടൗണിൽ വിവിധ മേഖലകളിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിലൊരു രാഷ്ട്രീയം കാണിക്കാറുമില്ല, കാണാറുമില്ല. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ നിൽക്കുന്നെങ്കിൽ പോലും ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിൽക്കുന്നത്. നാടിന്റെ ഒരു വികാരമായിട്ടാണ് എന്നെ എല്ലാവരും കാണുന്നതും അല്ലെങ്കിൽ അവരെന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടതും അത് പ്രകാരം ഞാൻ നിൽക്കുന്നു. താങ്കളുടെ ഈ പാർട്ടിയിൽ ചേരാനുള്ള തീരുമാനം ഭാര്യയുടെ പെങ്ങളുടെ ഭർത്താവായ ശശിയെ അറിയിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഞാൻ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അതെന്റെ വ്യക്തിപരമായ തീരുമാനമല്ലേ. ശശിയുടെ തീരുമാനങ്ങളൊന്നും എന്നെ അറിയിച്ചിട്ടല്ലോ ശശിയുടെ ചെയ്യാറ്. അത് ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴും ഞാൻ അവിടെ പോകുമ്പോഴും ഭാര്യ സഹോദരൻ അല്ലെങ്കിൽ അളിയൻ എന്നുള്ള ഒരു വ്യക്തിബന്ധം ഉണ്ട്. അതിലപ്പുറം രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ ചർച്ച ചെയ്യുന്നതല്ലാതെ അപ്പൊ ഞാൻ എന്റെ ആശയങ്ങളും പങ്കുവയ്ക്കും, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും പങ്കുവയ്ക്കും. അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല? ഇല്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങയുടെ പാത ശശിയേട്ടൻ പിന്തുടരുന്ന ഒരു പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ശശിയേട്ടൻ ഏത് വഴിക്ക് പോകണം അമ്പ് പോകുന്നത് ശശിയേട്ടൻ നെഞ്ചത്തേക്കാണ്. അത് നിങ്ങൾക്കറിയാം. മണ്ണാർക്കാട് അല്ലെങ്കിൽ പാലക്കാട് പ്രത്യേകിച്ചും എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അത് CPM-ൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിന്റെ ഒരു കാരണക്കാരൻ മൂപ്പരാണ് അല്ലെങ്കിൽ ശശിയേട്ടനാണ് എന്നുള്ളൊരു രീതിയിൽ പാർട്ടി വൃത്തങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്ന വിഷയമാണത്. ഈ PK ശശി എന്ന നേതാവിനോട് CPM കാണിക്കുന്ന ഇപ്പോഴത്തെ പ്രവണതയോട് അദ്ദേഹത്തെ തരംതാഴ്ത്തൽ ഉൾപ്പെടെയുള്ള നടപടിയോടുള്ള അമർഷം കൂടിയാണോ താങ്കളുടെ ഈ കോൺഗ്രസിൽ ചേരാനുള്ള ഒരു തീരുമാനം? ഞാൻ അതിൽ അമർഷപ്പെട്ടിട്ട് മുമ്പർക്ക് ശശിയേട്ടനെതിരെ പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് എടുക്കാനുള്ള കാരണം അതല്ല. ഞാൻ പറഞ്ഞു, അവിടെയുള്ള CPM അടക്കമുള്ള കുറെ നമ്മളെ സുഹൃത്തുക്കൾ അവരുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് എന്റെ ഈ കാൻഡിഡേറ്റർഷിപ്പ്. താങ്കളുടെ ഒപ്പം അവിടെ കുറച്ച് പ്രവർത്തകരും ഈ കോൺഗ്രസിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ? തീർച്ചയായും. ഏകദേശം എത്ര പേര് വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾ അത്ഭുതപ്പെടുന്ന നമ്പറായിരിക്കും. അത്ഭുതപ്പെടുന്ന നമ്പറായിരിക്കും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തീർച്ചയായും. താങ്കൾക്ക് കോൺഗ്രസ് ഒരു സീറ്റ് നൽകിയിട്ടുണ്ട് അവിടെ വാർഡിൽ മത്സരിക്കാൻ, അല്ലെ? ആ സീറ്റ് നൽകിയത് താങ്കൾ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു പ്രത്യുപകാരമാണോ? അല്ല. ഞാൻ മത്സരിക്കാൻ ഇങ്ങനെ പല കോണുകളിൽ നിന്നും ഉള്ള നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും അവിടുത്തെ പാർട്ടി CPM-ന്റെ നേതൃത്വത്തോട് വിമുഖത കാണിക്കുന്ന കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. എന്നാൽ പാർട്ടി മെമ്പർമാരല്ല, പക്ഷെ പാർട്ടിയോട് അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ KSUവിൽ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഒരാവശ്യമാണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ മുന്നിലേക്ക് വരുന്നത് എന്നതിന്റെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തീരുമാനമെടുത്തത്. അത് നമ്മൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും നമുക്ക് സ്വാഭാവികം നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ പിന്തുണ നമുക്ക് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഒരു പിന്തുണ അവർ അറിയിച്ചു. അപ്പൊ താങ്കൾ കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കുമോ മത്സരിക്കുക? അല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേതൃത്വമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. താങ്കളുടെ കടന്നുവരവ് ഈ അലനല്ലൂർ പഞ്ചായത്തിൽ എത്രമാത്രം UDF-നെ ശക്തിപ്പെടുത്തും? തീർച്ചയായും UDF അതിനോട് ശക്തമാണ്. ശക്തിപ്പെടുത്തേണ്ട ആവശ്യം പ്രത്യേകിച്ചില്ല. പക്ഷെ എന്തെങ്കിലും വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള 13 സീറ്റല്ലേ നമുക്കുള്ള അവിടെ അതിനേക്കാൾ കൂടുതൽ വളരെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുണ്ടാകുന്ന 8 സീറ്റായിരുന്നു. എന്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചാണെങ്കിൽ ഒരു 3-4 സീറ്റിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്കാണ് അവിടെ പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനത്തിന്റെ ഒരു CPM അതിലേക്ക് പോകുന്നു. CPM അതല്ല, CPM-ന്റെ സീറ്റ് വളരെയധികം കുറഞ്ഞു വരും എന്നുള്ളതാണ് പൊതുവെയുള്ള അവിടെയുള്ള ജനങ്ങളുടെ ഒരു ഇത്. കാരണം അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.